പ്രിയപ്പെട്ടവരെ, പുസ്തക വായനാ രീതി ഓരോ വ്യക്തിയും അവരുടേതായ ഒരു സ്വന്തം ശൈലി രൂപപ്പെടുത്തിയെടുക്കാറുണ്ട്. ചില ആളുകൾ സ്പീഡ് റീഡിങ് ഇഷ്ടപ്പെടുന്നു, ചില ആളുകൾ സ്ലോ റീഡിങ് ഇഷ്ടപ്പെടുന്നു, ചില ആളുകൾ ഒരൊറ്റ ഇരിപ്പിനിരുന്നൊരു പുതിയ പുസ്തകം കിട്ടിയാൽ അത് രസിച്ച് വായിച്ച് തീർക്കാറുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട എനിക്ക് വളരെയധികം പ്രായോഗികമായി തോന്നിയ ഒരു രീതി പരിചയപ്പെടുത്തുകയാണ്. പുസ്തകങ്ങൾ പലതരത്തിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ഒരു പുസ്തകം തന്നെ ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കാതെ പാരലൽ റീഡിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഒരേ സമയം പല പുസ്തകങ്ങൾ പല ചാപ്റ്ററുകളായിട്ട് വായിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പുസ്തകം അല്പം വായന നീങ്ങാത്തതാണെങ്കിൽ അടുത്തത് വെച്ച് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ 4 പുസ്തകങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം വായിച്ചുകൊണ്ടിരിക്കുന്നത് സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് എന്ന് പറഞ്ഞ ഹിമാലയൻ ടിബറ്റൻ മലനിരകളിൽ കൂടിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമാണ്. പിന്നീട് ഞാൻ രണ്ടാമതായിട്ട് എടുക്കുക ഇക്കിഗായ് എന്ന് പറഞ്ഞ ജാപ്പനീസ് പ്രായോഗിക പാഠങ്ങൾ പറയുന്ന ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. മൂന്നാമതായിട്ട് ഞാൻ നവമാലിക എന്ന പേരിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ഒരു ജീവചരിത്രം അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പാരലലായിട്ട് കൊണ്ടുപോകുന്നു മുകുന്ദൻ സാറിൻ്റെ ഏറ്റവും പുതിയ നോവലായ ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം. ഈ 4 പുസ്തകങ്ങൾ ഞാൻ ഒരേ സമയം മാറി മാറി കൊണ്ടുപോവുകയാണ്. വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് തോന്നി. താങ്ക് യു.